ധർമ്മസ്ഥല വിവാദത്തിൽ വൻ വഴിത്തിരിവ്. മകളില്ലെന്ന് സമ്മതിച്ച പരാതിക്കാരി സുജാത ഭട്ട് ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച അനന്യ ഭട്ട് എന്ന മകളെ കാണാതായി എന്നായിരുന്നു ഇവർ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ താൻ കള്ളം പറഞ്ഞതാണെന്ന് സുജാത ഭട്ട് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. മലയാളിയായ JNT, ഗിരീഷ് മട്ടെന്ന തുടങ്ങിയ ആളുകളാണ് തന്നെ കള്ളം പറയിപ്പിച്ചതെന്നും സുജാത പറയുന്നു. സുജാത പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ജനം TV തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സുജാതയുടെ തുറന്നു പറച്ചിൽ. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് നിലവിലെ സാഹചര്യം? ധർമ്മസ്ഥല വിവാദത്തിൽ വമ്പൻ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മുഖംമൂടി അണിഞ്ഞ വ്യക്തി വന്ന് ആദ്യം നൂറുകണക്കിന് സ്ത്രീകളെ കുഴിച്ചുമൂടി എന്നൊക്കെ പറഞ്ഞതായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഒരു സുജാത ഭട്ട് എന്ന സ്ത്രീ ക്ഷേത്രത്തിന് മുന്നിൽ, അതായത് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിന് മുന്നിൽ തന്റെ മകളെ കാണാതായി എന്ന പരാതിയുമായിട്ട് എത്തിയത്. ഏതായാലും നേരത്തെ നമ്മൾ ജനം TV തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീക്ക് മകളില്ല എന്നുള്ളതിന്റെ തെളിവുകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. പ്രധാനമായിട്ടും ഈ സ്ത്രീ 2013 മകളെ കാണാതായി എന്ന് ആദ്യമായി പറഞ്ഞത്. ആ 13 കാലഘട്ടത്തിൽ തന്നെ ഇവർ ഒരു പ്രാദേശിക മാധ്യമത്തിന് ഇവർക്ക് മകൾ ഇല്ല എന്ന തരത്തിൽ, ഇവർക്ക് കുട്ടികളൊന്നുമില്ല എന്ന തരത്തിൽ നൽകിയ ഒരു അഭിമുഖത്തിന്റെ പകർപ്പും, അതുപോലെ തന്നെ ഇവർ ഈ മകൾ അനന്യ ഭട്ട് എന്ന പേരിൽ നൽകിയ ഒരു ചിത്രം, അത് കൊടക് സ്വദേശിയായ വാസന്തിയുടെ ചിത്രമാണ് എന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമ്മൾ ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. മലയാളത്തിൽ മറ്റൊരു മാധ്യമവും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഏതായാലും നമ്മളുടെ ആ വാർത്ത ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പരാതിക്കാരിയായ, അല്ലെങ്കിൽ മകളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന ആ അമ്മയുടെ, അല്ലെങ്കിൽ ആ സ്ത്രീയായ സുജാത ഭട്ടിന്റെ ഇപ്പോൾ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സുജാത ഭട്ട് പറയുന്നത് തന്നെ കൊണ്ട് ഇത് ഇങ്ങനെ കള്ളം പറയിപ്പിച്ചതാണ് എന്നുള്ളതാണ്. മലയാളിയായ JNT, അതുപോലെ തന്നെ ഗിരീഷ് മട്ടെന്ന എന്നിവരാണ് തന്നോട് കള്ളം പറയാൻ പ്രേരിപ്പിച്ചത് എന്നും സുജാത പറയുന്നുണ്ട്. ഈ രണ്ട് വ്യക്തികളും അവിടുത്തെ സൗജന്യ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു ആക്ഷൻ കമ്മിറ്റി ഇവർ രൂപീകരിച്ചിരുന്നു. അതായത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മനോഫ് ഉൾപ്പെടെയുള്ള, ലോറി ഉടമയായ മനോഫ് ഉൾപ്പെടെയുള്ളവർ ചേർന്നിട്ടുള്ള ആ ഒരു ആക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ഈ മലയാളിയായ JNTയും അതുപോലെ തന്നെ ഗിരീഷ് മട്ടണ എന്നീ രണ്ടുപേർ. ഈ രണ്ടുപേരാണ് ഇങ്ങനെ തന്റെ മകളെ കാണാനില്ല എന്നുള്ള കള്ളം പറയാൻ പ്രേരിപ്പിച്ചത്. അതായത് മകളെ ഇല്ലാത്ത ആ സ്ത്രീയോട് തന്റെ മകളെ കാണാനില്ല, ഈ ക്ഷേത്രമുറ്റത്ത് നിന്ന് കാണാതായി എന്നത് പറയിപ്പിച്ചതാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും സുജാതയ്ക്ക് അനന്യ ഭട്ട് എന്ന മകളില്ല എന്നുള്ളത് ഇപ്പോൾ കൂടുതൽ വ്യക്തമായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും വലിയ രീതിയിൽ പ്രചരിപ്പിച്ച കള്ളങ്ങളിൽ ഒന്നായിരുന്നു ഈ ക്ഷേത്രമുറ്റത്ത്, അതായത് പ്രശസ്തമായ മഞ്ജുനാഥ ക്ഷേത്രമുറ്റത്തു നിന്നും ഒരു യുവതിയെ കാണാതായി തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം പഠിക്കാനായി ക്ഷേത്ര ദർശനത്തിനായി എത്തിയതായിരുന്നു. ആ ക്ഷേത്ര ദർശനത്തിലെത്തി പുറത്തേക്ക് വന്ന സമയത്ത് ഈ പെൺകുട്ടിയെ കാണാതാവുകയായിരുന്നു എന്നുള്ളതായിരുന്നു മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും ആ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് പച്ചക്കള്ളമായിരുന്നു എന്നുള്ളത് ആ പരാതിക്കാരിയുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വരുന്നു. അത് പറയിപ്പിച്ചതായിരുന്നു. കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് നേരത്തെ BJPയും അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹൈന്ദവ സംഘടനകളും വിശ്വാസി സമൂഹവും ഒക്കെ പറഞ്ഞിരുന്നു. അതായത് ഈ പ്രശസ്തമായ മഞ്ജുനാഥ ക്ഷേത്രത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമവും അതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നുൾപ്പെടെയായിരുന്നു ഉയർന്ന ആരോപണം. ഏതായാലും ആ ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വമ്പൻ ട്വിസ്റ്റായിട്ട് ഇപ്പോൾ ഈ പരാതിക്കാരിയായ, തന്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെ പറയുന്നു ഇപ്പോൾ തനിക്ക് മകളില്ല, ആ കള്ളം തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന്. അരുൺ, സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന സുജാത ഭട്ടിന്റെ ഒരു പരാതി അതിപ്പോൾ വ്യാജമാണെന്ന് തെളിയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും അതിലുപരി ഒരു സമൂഹത്തെ ആകെ, ഒരു വിശ്വാസി സമൂഹത്തെ ആകെ ആശങ്കയിലാക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ഒരു നീക്കത്തിന് പിന്നിൽ എന്താണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ മലയാളി ഉൾപ്പെട്ട ഒരു സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നു, ഗൂഢാലോചന നടന്നിരിക്കുന്നു. ആ ക്ഷേത്രത്തിനെതിരായുള്ള ഒരു നീക്കം തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഒരുപക്ഷെ ഇനി അറിയേണ്ട ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങൾ ഇതൊക്കെ തന്നെയില്ലേ? ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഇനി ബാക്കി നിൽക്കുകയാണ്. അതിനൊക്കെ ഉള്ളൊരു ഉത്തരം ഇനി അറിയേണ്ടത് ഒരു ശക്തമായൊരു അന്വേഷണത്തിൽ കൂടെ തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇനി ഈ വിഷയത്തിൽ വ്യക്തമായ അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ്. കാരണം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും ഒക്കെ
കൊണ്ടുപിടിച്ചുള്ള ശ്രമമായിരുന്നു ഈ മഞ്ജുനാഥ ക്ഷേത്രവും അതുപോലെ തന്നെ ധർമ്മസ്ഥല എന്ന പ്രദേശത്തെയും ഉൾപ്പെടുത്തി, ആ ക്ഷേത്ര നഗരെയും ഉൾപ്പെടുത്തി അവിടെ ക്ഷേത്ര ദർശനത്തിന് ഉൾപ്പെടെ എത്തിയ നൂറുകണക്കിന് സ്ത്രീകളെ കുഴിച്ചുമൂടി എന്നുള്ളതായിരുന്നു ശുചീകരണ തൊഴിലാളി എന്ന പേരിലെത്തിയ ഒരു കരാറുകാരൻ വെളിപ്പെടുത്തൽ നടത്തിയത്. ഏതായാലും ആ കരാറുകാരന്റെ വെളിപ്പെടുത്തലിനെ വലിയ രീതിയിൽ പൊടിപ്പും തൊങ്ങലും ചേർത്ത് കേരളത്തിൽ ഉൾപ്പെടെ മാധ്യമങ്ങൾ അത് അവതരിപ്പിക്കുകയുണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഈ സുജാത ഭട്ട് എന്ന സ്ത്രീ അവരുടെ മകളെ ക്ഷേത്രമുറ്റത്ത് നിന്ന് 2013 കാലഘട്ടത്തിൽ കാണാതായി. അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകാൻ പോയപ്പോൾ പോലീസ് പരാതി ചെവിക്കൊള്ളാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് താൻ കോമയിലായി, അതായത് അവിടെ നിന്നും ചില ആളുകൾ തനിക്ക് നേരെ ആക്രമണം നടത്തി, അതിനുശേഷം താൻ കോമയിലായി. തുടർന്ന് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു ഇത്രയേറെ പെൺകുട്ടികളെ കുഴിച്ചുമൂടിയെന്ന വെളിപ്പെടുത്തലുണ്ടായ സാഹചര്യത്തിലാണ് തന്റെ മകളുടെ ഒരു അസ്ഥികഷ്ണമെങ്കിലും കിട്ടണം, തനിക്ക് ഹിന്ദു മതാചാര പ്രകാരം ശേഷക്രിയ ചെയ്യുന്നതിന് വേണ്ടി തന്റെ മകളുടെ ഒരു അസ്ഥികഷ്ണമൊക്കെ എങ്കിലും കണ്ടുപിടിച്ചു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു, മാധ്യമങ്ങൾക്ക് മുൻപിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സുജാത ഭട്ട് എന്ന സ്ത്രീ രംഗത്ത് വന്നിരുന്നത്. ഏതായാലും നേരത്തെ പറഞ്ഞു, നമ്മൾ ജനം TV ആയിരുന്നു മലയാളത്തിൽ ആദ്യമായി ഈ സുജാത ഭട്ട് എന്ന സ്ത്രീ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് റിപ്പോർട്ട് ചെയ്തത്. നമ്മൾ ഏതാനും ദിവസം മുൻപാണ് ആ വാർത്ത പുറത്തുവിട്ടത്. അതായത് ഈ സുജാത ഭട്ട് എന്ന സ്ത്രീ 2013 കാലഘട്ടത്തിൽ അവർ മറ്റൊരു മാധ്യമത്തിന്, പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അവർക്ക് കല്യാണം കഴിഞ്ഞ കുട്ടികളെ ഇല്ല എന്നുള്ളത് വ്യക്തമായി പറയുന്നു. മാത്രമല്ല ഇവരുടെ മകൾ എന്ന പേരിൽ നൽകിയ ആ ഒരു ചിത്രം അത് കൊടക് സ്വദേശിയായ വാസന്തിയുടേതാണ് എന്നുള്ള കാര്യവും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരത്തിൽ ആ റിപ്പോർട്ടുകൾ, നമ്മൾ ജനം TV പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ശരിവെക്കുന്ന തരത്തിൽ ഇപ്പോൾ ആ സുജാതയുടെ വായിൽ നിന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. താൻ പറഞ്ഞത് പച്ചക്കള്ളമാണ്, അത് തന്നോട് പറയിപ്പിച്ചത് മലയാളിയായ ജയൻ ടിയും അതുപോലെ തന്നെ ഗിരീഷ് മട്ടണ്ണ എന്നിവർ ഉൾപ്പെടെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ അറിയേണ്ടത് ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഈ മുഖംമൂടി അണിഞ്ഞ വ്യക്തിയും സമാന രീതിയിൽ പലയിടങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഏകദേശം 17 ഇടങ്ങളിൽ ഈ വ്യക്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെയൊക്കെ നൂറുകണക്കിന് സ്ത്രീകളെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആ സ്ഥലങ്ങളിലൊക്കെ കുഴി തോണ്ടി നടത്തിയ പരിശോധനയിൽ, SIT ടീം നടത്തിയ പരിശോധനയിൽ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്കെതിരെ, ഈ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നായിരുന്നു DK ശിവകുമാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. നിലവിൽ ഏതായാലും ഈ ഗൂഢാലോചന കൂടുതൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് ഈ സുജാതയുടെ പുതിയ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ, ഈ യൂട്യൂബർ ചാനലുകൾക്കും പിന്നും മറ്റുമൊക്കെ സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടുണ്ട്, അതിന് പിന്നിലൊക്കെ വലിയ ഫണ്ടിങ് ഉണ്ട്, അൽ ജസീറ ഉൾപ്പെടെ ഇത് റിപ്പോർട്ട് ചെയ്തതിന് പിന്നിൽ പല താല്പര്യങ്ങളുമുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. അതിലൊക്കെ ഇനി വിശദമായ അന്വേഷണമാണ് ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വേണ്ടത് എന്നുള്ളത് തന്നെയാണ്. ധർമ്മസ്ഥല വിവാദത്തിൽ വൻ വഴിത്തിരിവാണ് സംഭവിച്ചിട്ടുള്ളത്. മകളില്ലെന്ന് സമ്മതിച്ചിരിക്കുകയാണ് പരാതിക്കാരി സുജാത ഭട്ട്. ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് തന്റെ മകളെ കാണാതായി എന്നായിരുന്നു പരാതി. എന്നാൽ താൻ കള്ളം പറഞ്ഞതാണെന്നാണ് ഇപ്പോൾ അവർ തുറന്ന് സമ്മതിക്കുന്നത്.